ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുന്നതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയ്ക്കായി മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിയ നീക്കം വിജയിച്ചില്ല. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ വിപുലമായ നാവികാഭ്യാസം നാളെയും മറ്റന്നാളുമായി നടക്കും. മേഖലയിൽ വിന്യസിച്ച തങ്ങളുടെ യുദ്ധ കപ്പലുകൾക്ക് ഭീഷണി നേരിട്ടാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകി. തെഹ്റാനിലെ 82 ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകൾ ഷെൽട്ടറുകളാക്കി മാറ്റുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാനിലെ ബന്ദർ അബ്ബാസിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടന കാരണം വാതക ചോർച്ച മൂലമെന്ന് അധികൃതർ അറിയിച്ചു. MC നാസർ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, അശാന്തമായി തുടരുകയാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം. യുദ്ധഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. ചർച്ചകൾക്കുള്ള ഒരു വകുപ്പും കാണുന്നില്ലേ? ചർച്ചയ്ക്ക് പരാജയപ്പെടുകയാണോ? തുർക്കിയുടെയും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുടെയും മേൽനോട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ള നയതന്ത്ര ദൗത്യം ഇപ്പോൾ പോലും തുടരുകയാണ്. പക്ഷേ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ ഒരു നിലക്കും സ്വീകാര്യമല്ല എന്ന് ഇറാൻ ഈ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായിട്ടും ആണവ പദ്ധതി തീർത്തും ഉപേക്ഷിക്കണമെന്നതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഉപാധികളിലൊന്ന്. രണ്ടാമത്തെ ഉപാധി എന്നത് ബാലിസ്റ്റിക് മിസൈലിൻ്റെ അത് നിജപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമീപകാലത്ത് നടന്ന പ്രക്ഷോഭത്തിൽ പിടികൂടിയവരെ പൂർണ്ണമായിട്ടും വിട്ടയക്കണം, അവർക്കെതിരെ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളരുത് എന്നതാണ് മറ്റൊരു നിർദ്ദേശം. ഈ 3 നിർദ്ദേശങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ സാധ്യമല്ല. ആണവ പദ്ധതി സമാധാനപൂർണ്ണമായിരിക്കും. ഒരു നിലയ്ക്കും ആണവായുധം നിർമ്മിക്കുന്നത് ഇറാന്റെ അജണ്ടയിലില്ല. അത്തരമൊരു പദ്ധതിയുമായിട്ട് നേരത്തെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളുമായി കരാർ രൂപപ്പെടുത്തിയതാണ്. ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായ ആവശ്യത്തിന് ഈ ആണവ ശക്തിയെ പ്രയോജനപ്പെടുത്താനുള്ള തങ്ങളുടെ അവകാശം തങ്ങൾ നിലനിർത്തും. അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തങ്ങൾ ഒരുക്കമല്ല എന്നാണ് ഇറാൻ നേതൃത്വം ഈ മധ്യസ്ഥ രാജ്യങ്ങളെയും അതോടൊപ്പം അമേരിക്കയെയും അറിയിച്ചിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് പൊടുന്നനെയുള്ളൊരു സാധ്യത അടയുകയാണ്. അതേസമയം കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കി ഇറാനുമേൽ സൈനിക സമ്മർദ്ദം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയുള്ള തിരക്കിട്ട നീക്കത്തിലാണ് അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്നത്. അതിനിടെയാണ് ഇറാന്റെ വിപുലമായിട്ടുള്ള സൈനികാഭ്യാസ പ്രവർത്തനം, നാവികാഭ്യാസം നാളെയും മറ്റന്നാളുമായിട്ട് ഹോർമുസ് കടലിടുക്കിൽ നടക്കുക. ഇതിനുവേണ്ടി വലിയ ഒരുക്കങ്ങളും സംവിധാനങ്ങളുമാണ് ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അടുത്ത കാലത്ത് ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു സൈനികാഭ്യാസം ഈ മേഖലയിൽ നടക്കുന്നതും ഇതാദ്യം തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ US സെൻട്രൽ കമാൻഡ് ഒരു നിർദ്ദേശം ഇറാന് നൽകിയിട്ടുണ്ട്. വളരെ സുരക്ഷിതവും പ്രൊഫഷണലുമായി ഇട്ടായിരിക്കണം ഈ അഭ്യാസ പ്രകടനം നടക്കേണ്ടത്. വല്ല നിലക്കും തങ്ങളുടെ കപ്പലുകൾക്കോ തങ്ങളുടെ വിമാനങ്ങൾക്കോ പ്രത്യേകിച്ച് കപ്പലുകളിൽ ഇറക്കിയിരിക്കുന്ന 100 കണക്കിന് പോർവിമാനങ്ങളുണ്ട്. അവയ്ക്ക് പരിക്കേൽക്കുന്ന, അവർക്ക് ഏതെങ്കിലും നിലയ്ക്ക് ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ വരികയാണെങ്കിൽ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നാളെയും മറ്റന്നാളും വളരെ നിർണായകമായിരിക്കും. പക്ഷെ അതിനിടെ ഇന്ന് തുറമുഖ നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസിൽ സ്ഫോടനം നടന്നിരുന്നു. ഒരു പെൺകുട്ടി മരണപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ ആ സ്ഫോടനത്തിൻ്റെ കാരണം കെട്ടിടത്തിലുണ്ടായ വാതക ചോർച്ച മൂലമാണ്. മറ്റ് ആരുടെയും ഇടപെടൽ ഇല്ല എന്നാണ് അല്പം മുമ്പ് ഇറാൻ നേതൃത്വം വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ഇറാന്റെ ഈ നാവിക കമാൻഡർ അലി റിസ കൊല്ലപ്പെട്ടതായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ഒരു വാർത്ത പരന്നിരുന്നു. പക്ഷേ ഇറാൻ അത് നിഷേധിച്ചിട്ടുണ്ട്. വസ്തുതാവിരുദ്ധമാണ് അത്തരം വാർത്തകൾ. അതിൻ്റെ പിന്നിൽ മറ്റ് പല താല്പര്യങ്ങളുമുണ്ട്. പക്ഷേ വളരെ സുരക്ഷിതമായിരിക്കുകയാണ് കമാൻഡർ എന്നുകൂടി ഇറാൻ നേതൃത്വം അല്പം മുമ്പ് വിശദീകരണം പുറത്തിറക്കിയിട്ടുണ്ട്. ജീന. ശരി നാസർ, ഏതായാലും ഇറാനെതിരെ അമേരിക്കയുടെ പ്രകോപന നീക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇതൊരു യുദ്ധത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമഗ്രമായ വിശദാംശങ്ങളാണ് MC നാസർ നൽകിയത്.